Hello everyone. Good evening. Good evening, Good ma'am. evening, ma'am. നമുക്ക് ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? സൈക്കോസോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ഓഫ് സ്കീസോഫ്രീനിയ. അതായത് സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരല്ലേ, നമ്മുടെ റിലേഷൻഷിപ്സ്, അതേപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ എങ്ങനെ സ്കീസോഫ്രീനിയ എന്നുള്ള അസുഖത്തിന് കാരണമാകുന്നുണ്ട്. സൈക്കോസോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ഓഫ് സ്കീസോഫ്രീനിയ ജോയിൻ ആവുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഹൈലി ഇമോഷണൽ ഫാമിലി എൻവയറൺമെന്റ്സ് ക്യാൻ പ്രൂവ് ടു ബി സ്ട്രെസ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ, ലീഡിംഗ് ടു ഹയർ റേറ്റ്സ് ഓഫ് റിലാപ്സ് ദാൻ ഇൻ ഫാമിലീസ് വിത്ത് സപ്പോർട്ടീവ് ഫാമിലി റിലേഷൻഷിപ്പ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ചാൻസ് കൂടുതലാണ്. അവരുടെ സ്കീസോഫ്രീനിയയിലോട്ട് ലീഡ് ചെയ്യുന്ന ഹയർ റേറ്റ്സ് ആണ് അവിടെ കാണിക്കുന്നത്, സപ്പോർട്ടീവ് ഫാമിലിയേക്കാൾ കൂടുതൽ. അതായത് ഈ ഫാമിലിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് പേഷ്യൻസ് വിത്ത് സ്കീസോഫ്രീനിയ ലിവിംഗ് വിത്ത് ഫാമിലീസ് high on expressed emotion faced more relapse than those living with families low on expressed emotion. കണ്ടോ, ഇവരുടെ ഭയങ്കരമായിട്ട് ഇമോഷൻ കാണിക്കുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്കീസോഫ്രീനിയ ഒരുപാടായിട്ട് ഇങ്ങനെ അതിന്റെ സിംറ്റംസ് കൂടുതലായിരിക്കും. Research found that relapse was highest in individuals whose family members who believed that the symptoms are under voluntary control of the patient. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇത് പേഷ്യൻസിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഈ സിംറ്റംസ് ഒക്കെ പേഷ്യൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള തോട്ട്സ് ഉണ്ട് ചില ഫാമിലികളിലൊക്കെ. അപ്പൊ അത്തരം ഫാമിലീസിനൊക്കെ എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലി മെമ്പേഴ്സ് ആണ് ചുറ്റുമുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സിംറ്റംസ് കൂടത്തേ ഉള്ളൂ. കാരണം അവര് വിചാരിച്ചിട്ടല്ല ഇതൊന്നും കാണിക്കുന്നത്, മനഃപൂർവ്വം ചെയ്യുന്ന അല്ലെങ്കിൽ കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നല്ല ഈ ഒരു ഹാലൂസിനേഷൻ, ഡെലൂഷൻ, പിന്നെ അതുപോലെ തന്നെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് ഒന്നും ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് വിചാരിക്കുന്നത് അണ്ടർ വോളണ്ടറി കൺട്രോൾ ഓഫ് ദ പേഷ്യന്റ്, അങ്ങനെ വിചാരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും എന്തായിരിക്കും, ഈ ഒരു സിംറ്റംസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഒന്നൊരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, മെയിൻ ആയിട്ട് ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് പറയുന്നത്. ഇനി അടുത്തത് അർബൻ ലിവിംഗ്. The researchers have found that children who had spent the first 15 years of their lives living in an urban environment were 2.75 times more likely to develop schizophrenia as adults than were children who had spent their childhood in more rural cities. അതായത് അർബൻ ഏരിയാസിലാണ് കൂടുതൽ ഒരു സ്കീസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. 2.75% കൂടുതലാണ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ. അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ നടത്തിയപ്പോൾ ആ ഒരു ഏരിയയിൽ വളർന്ന കുട്ടികൾ, ഒരു 15 വയസ്സ് വരയ്ക്കും അർബൻ ഏരിയയിൽ വളർന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് സ്കീസോഫ്രീനിയ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. Than were children who had spent their childhood in more rural settings. Urban living is associated with stressful living and high paced lifestyle, which may trigger schizophrenia in biologically vulnerable individuals. അതിന്റെ കാരണം എന്താണ്? ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അർബനിൽ വരുന്നത്. അതായത് തിക്കും തിരക്കും ബഹളം, അങ്ങനെ ജോലി കാര്യങ്ങൾ, പാരന്റ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ നോക്കാനുള്ള നേരം ഉണ്ടായിരിക്കില്ല. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ആൾക്കാര്, പിന്നെ കെയർ ഗിവേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ ബയോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാണ്, ട്രിഗർ ചെയ്യും. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആവും അവരവിടെ കൊണ്ടുപോകുന്നത്. ഇനി അടുത്തത് ഇമിഗ്രേഷൻ. Urban living and its link with increased risk for schizophrenia implicate the role of stress and social adversity in schizophrenia's etiology. Immigration എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് കേട്ടോ.
immigration, urban living and its link with the increased risk for schizophrenia implicate the role of stress and social adversity in schizophrenia etiology. ഇപ്പൊ നമ്മൾ അർബൻ ലിവിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതായത് അവിടെ എന്താണ് സ്ട്രെസ്സിന്റെ റോള് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ അഡ്വേഴ്സിറ്റി, ഇതൊക്കെ എന്താണ് സ്കീസോഫ്രീനിയയുടെ എത്തിയോളജി ആയിട്ട് പറയുന്നുണ്ട്, അതായത് കോസൽ ഫാക്ടേഴ്സ്. In support, it has been observed that the first generation, that is, those born in another country, had 2.7 times the risk of developing schizophrenia. കണ്ടോ, വേറൊരു രാജ്യത്ത് ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ടോ, those born in another country had 2.7 times the risk for developing schizophrenia. 2.7% എന്താണ് കൂടുതലാണ്, മടങ്ങ് കൂടുതലാണ്. 2.7 മടങ്ങോളം ഈ ഒരു സ്കീസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അടുത്തത് കാനബിസ് അബ്യൂസ്. Relative to general population, people with a schizophrenia are likely to smoke cannabis twice as much. സ്കീസോഫ്രീനിയ ഉള്ള ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഒരു മടങ്ങ് കാനബിസ്, കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അങ്ങനത്തെ ആൾക്കാരാണ്. ഹെവി കാനബിസ് യൂസ് ഇൻ യങ് ഇൻഡിവിജ്വൽസ് മേക്ക് ദം 6 times more likely to develop schizophrenia at the age of 27 years. അപ്പൊ 27 വയസ്സാകുമ്പോഴേക്കും ഇത് 6 മടങ്ങ് ചാൻസസ് കൂടുന്നുണ്ട്, സ്കീസോ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. കാരണം കൂടുതലായിട്ട് ഈ ഒരു കാനബിസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെ, ഇപ്പൊ നമ്മുടെ തിളക്കത്തിലെ സലീം കുമാർ ഉണ്ടല്ലോ, കഞ്ചാവ് വലിച്ചിട്ട് ഇംഗ്ലീഷും അതും ഇതൊക്കെ വിളിച്ചു പറയുന്ന കുറെ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊരു എക്സാമ്പിൾ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കീസോ ആയിട്ടല്ല ശരിക്കും, പക്ഷെ അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കാം. അപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ കുറെ ലോങ് ഡ്യൂറേഷൻ ഒക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തായിട്ട് മാറും, സ്കീസോ ആയിട്ട് മാറും. അപ്പൊ തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് അല്ലെങ്കിൽ വല്ല ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ പിന്നെ അത് എന്തായിട്ട് മാറും, സ്കീസോ ആയിട്ട് മാറും. അങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. കാനബിസ് അബ്യൂസ്, ഇമിഗ്രേഷൻ, അർബൻ ലിവിങ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഓക്കെ ആണല്ലോ ഇത്. ഇനി അടുത്തത് ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ ഓഫ് സ്കീസോഫ്രീനിയ. The etiology of schizophrenia can be summarized well through the diathesis stress model. ഈ ഒരു മോഡൽ വെച്ചിട്ട് എത്തിയോളജി പറയാൻ, എത്തിയോളജി മീൻസ് എന്താണ്, കോസൽ ഫാക്ടർ. എത്തിയോളജി അതായത് സ്കീസോഫ്രീനിയയുടെ കോസൽ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു മോഡൽ വെച്ചിട്ട് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ ഓഫ് സ്കീസോഫ്രീനിയ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതായത് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ടു ഡെവലപ്പ് സ്കീസോഫ്രീനിയ undoubtedly play a role in the etiology of schizophrenia. However, the genetic predispositions can be shaped by environmental factors such as prenatal exposure, infection, and stresses that occur during critical periods of brain development. അതായത് ഈ ഒരു ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് സ്കീസോ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള, നമ്മൾ പഠിച്ചല്ലേ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഏതൊക്കെയായിരുന്നു, ജെനറ്റിക്സ്, ജീൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത്തരം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വൾണറബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് കൂടെ എന്ത് വരും, ജോയിൻ ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉള്ള ഒരു പ്രീഡിസ്പോസിഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എൻവയറമെന്റൽ ഫാക്ടേഴ്സും കൂടെ വരികയാണ്. അതായത് പ്രീനേറ്റൽ എക്സ്പോഷർ, ഇൻഫെക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ മെറ്റേണൽ സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റ് ടൈമിൽ ഒക്കർ ഡ്യൂറിങ് ക്രിട്ടിക്കൽ പീരീഡ്സ് ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ്. ക്രിട്ടിക്കൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഒരു പീരീഡിൽ ഈ പറയുന്ന എൻവയറമെന്റൽ ഫാക്ടേഴ്സും കൂടെ കൂടിച്ചേരുമ്പോൾ എന്തായിരിക്കും, മോർ വൾണറബിൾ ആയിരിക്കും. അപ്പൊ സാധ്യത കൂടി വന്നു. അതാണ് ഡയാത്തസിസ് സ്ട്രെസ് മോഡലില് പറയുന്നത്. അതായത് ഫേവറബിൾ പ്രീനേറ്റൽ എൻവയറമെന്റ് ആൻഡ് ഹെൽത്തി ഫാമിലി എൻവയറമെന്റ് ക്യാൻ പ്രിവെന്റ് ദ എക്സ്പ്രഷൻ ഓഫ് schizophrenic genes in biologically vulnerable individuals. അപ്പൊ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രീനേറ്റൽ എൻവയറമെന്റ്, അതേപോലെ തന്നെ ഹെൽത്തി ഫാമിലി എൻവയറമെന്റ് ആണെങ്കിൽ, അതായത് പ്രശ്നങ്ങളൊന്നുമില്ല, സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ എന്താണ്
അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ എന്തായിരിക്കും ഈ സ്കീസോ നമുക്ക് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കും. വൾണറബിൾ ആണെങ്കിൽ കൂടി നമുക്കത് വരാനുള്ള സാധ്യതകൾ കുറയും. ഇനി അത് മാത്രമല്ല, പ്രീനേറ്റലില് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട്. എൻവയറമെന്റിൽ അല്ലെങ്കിൽ ഫാമിലി ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോഴെന്തായിരിക്കും ഈ ജീനുകളൊക്കെ കൂടുതൽ വൾണറബിൾ ആവുകയും നമുക്ക് ഈ ഒരു സ്കീസോ വരാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു. The important factor is that there is abnormal development of brain pathway which can be caused by multiple reasons but all leading to the same end results schizophrenia. ഇത് വേറൊരു കാര്യം പറയുന്നത് എന്താണ്? ബ്രെയിൻ പാത്വേയുടെ അബ്നോർമൽ ഡെവലപ്മെന്റ്. അതായത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ബ്രെയിൻ പാത്വേ ന്യൂറോൺസ് ഒന്നും അതിന്റെ പാത്വേ ഒന്നും ശരിയല്ലാതുണ്ടെങ്കിൽ എന്തായിരിക്കും ലീഡിങ് ടു ദ സെയിം എൻഡ് റിസൾട്ട്. അപ്പോഴും എന്തിലോട്ടാണ് അവസാനിക്കുന്നത്? സ്കീസോയിൽ തന്നെ അവസാനിക്കും. ഇവിടെ കണ്ട ഈ ഒരു ഡയാത്തസിസ് സ്ട്രെസ് മോഡല് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരയ്ക്കണം കേട്ടോ. ജനറ്റിക് ഇൻഫ്ലുവൻസസ് പ്ലസ് പ്രീനേറ്റൽ ആൻഡ് പെരിനേറ്റൽ എൻവയറമെന്റൽ സ്ട്രെസ്സസ്. കണ്ടോ, ജനറ്റിക് ഇൻഫ്ലുവൻസ് കൂടെ എന്തുണ്ട്? ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിന്റെ കൂടെ പ്രീനേറ്റൽ അല്ലെങ്കിൽ പെരിനേറ്റൽ എൻവയറമെന്റൽ സ്ട്രെസ്സേഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ എന്തിലോട്ട് എത്തി? ഡെവലപ്മെന്റൽ മെച്ചുറേഷണൽ പ്രോസസ് ആൻഡ് സ്ട്രെസ്. അവരുടെ ഡെവലപ്മെന്റിന് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അത് എങ്ങോട്ട് പോവാണ്? സൈക്കോസിസിലോട്ട് പോകും. ശരിക്കും ഒരു സൈക്കോസിസ് ആണ് ശരിക്കും എന്ത് നമ്മുടെ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ജനറ്റിക് ഇൻഫ്ലുവൻസ് പ്ലസ് പ്രീനേറ്റൽ അല്ലെങ്കിൽ പെരിനേറ്റൽ എൻവയറമെന്റൽ സ്ട്രെസ്സേഴ്സ്. അത് എന്തിലോട്ട് എത്തിക്കും? ഡെവലപ്മെന്റൽ മെച്ചുറേഷണൽ പ്രോസസ്സസ് ആൻഡ് സ്ട്രെസ്. അത് നേരെ പോകുന്നത് ഒരു സൈക്കോസിസിലോട്ടായിരിക്കും. അതായത് നമ്മുടെ സ്കീസോ ഒരു സൈക്കോസിസ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ. ഇനി അടുത്തത് ട്രീറ്റ്മെന്റ് ഫോർ സ്കീസോഫ്രീനിയ. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. It has been long known that schizophrenia requires some form of biological treatment. Before the discovery of antipsychotic medicines, insulin coma therapy was used, in which insulin was injected to reduce blood sugar levels and cause coma in patients. അപ്പോൾ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് വേണം. കാരണം നമ്മൾ പറഞ്ഞല്ലോ ബയോളജിക്കലി ജനറ്റിക്കിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആന്റിസൈക്കോട്ടിക് മെഡിസിൻ കണ്ടെത്തുന്നതിന് മുൻപ്, before the discovery of antipsychotic medicine, insulin coma therapy ആയിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. was used in which insulin was injected to reduce blood sugar levels and cause coma in patients. അപ്പൊ ഇൻസുലിൻ കുത്തിവെക്കും, പേഷ്യൻസിന് എന്തായിരിക്കും? കോമയായിട്ട് മാറും. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി was employed for the treatment of schizophrenia. ഇനി മറ്റൊരു തെറാപ്പിയാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ECT did not prove to be very effective for people with schizophrenia. അത് പക്ഷെ ഇഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടില്ല. ന്യൂറോലെപ്റ്റിക്സ് ഓർ ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് were developed in 1950. പിന്നെ അതിനുശേഷം എന്ത് വന്നു? ന്യൂറോലെപ്റ്റിക്സ്, ആന്റിസൈക്കോട്ടിക് മെഡിസിൻ. കണ്ടോ, സൈക്കോസിസ് ആണ് നമ്മുടെ സ്കീസോ എന്ന് പറയുന്നത്. ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്തു? 1950കളിൽ ഡെവലപ്പ് ചെയ്തു. വിച്ച് പ്രൊവൈഡഡ് റിയൽ ഹോപ്പ് ഫോർ പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ. അതായിരുന്നു കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് കണ്ടത്. അതായത് ന്യൂറോലെപ്റ്റിക്സും പിന്നെ അതുപോലെ തന്നെ ആന്റിസൈക്കോട്ടിക് മെഡിസിൻസും. ദീസ് മെഡിക്കേഷൻസ് വുഡ് ഹെൽപ്പ് റെഡ്യൂസ് പോസിറ്റീവ് സിംറ്റംസ് ലൈക്ക് ഡെലൂഷൻ ആൻഡ് ഹാലുസിനേഷൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഒരിക്കലും ക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, സിംറ്റംസ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ആന്റിസൈക്കോട്ടിക് അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സിംറ്റംസ് കുറയ്ക്കുക. പോസിറ്റീവ് സിംറ്റംസ് ഏതൊക്കെയാണ്? ഡെലൂഷനും ഹാലൂസിനേഷനും. ഇതുവരെ ഇല്ലാത്ത പുതിയ സിംറ്റംസ് വരിക, അതാണ് എന്ത്? പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഉണ്ടായിരുന്നത് ഇല്ലാതാവുക, അതാണ് നെഗറ്റീവ് സിംറ്റംസ്. അതിൽ പോസിറ്റീവ് സിംറ്റംസ് കുറയ്ക്കാനായിട്ട് ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഇൻസുലിൻ കോമ തെറാപ്പിയാണ്. ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്നു, ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നു, കോമയാവുന്നു. പിന്നെ അടുത്തത് ഇലക്ട്രോ കൺവൾസീവ് ആണ്. അത് വല്ലാണ്ട് അങ്ങോട്ട് ഇഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ അതിനുശേഷം ന്യൂറോലെപ്റ്റിക് ആന്റിസൈക്കോട്ടിക് വന്നു 1950-ല്. അതായത് പോസിറ്റീവ് സിംറ്റംസ് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഓക്കെ ആണല്ലോ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഇനി അടുത്തത് psychosocial treatment. Historically, it was believed that psychotherapy could help patients to gain insight into the psychosocial problem that caused schizophrenia. Psychosocial treatment കൊടുക്കുക, അതായത്
പേഷ്യൻസിനെ തന്നെ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേറ്റീവ് അവർക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കാം. അതായത് സ്കീസോഫ്രീനിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. ഇപ്പൊ ഇത്രയും സിംറ്റംസ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരു ഇൻസൈറ്റ് വേണം. എന്തിനും നമുക്ക് ഏതൊരു ഡിസോർഡർ നമുക്ക് മാറ്റണം വെച്ചെങ്കിലും എന്ത് വേണം, ഇൻസൈറ്റ് വേണം. അപ്പൊ അതേപോലെ ഒരു ഇൻസൈറ്റ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാം. However, it is clear now that the therapeutic interventions cannot cure schizophrenia. കണ്ടോ, നമുക്കത് ക്ലിയർ ആണ്. കാരണം നമുക്ക് സ്കീസോഫ്രീനിയ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസ് ആർ യൂസ്ഡ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് വിത്ത് സ്കീസോഫ്രീനിയ ആൻഡ് ദെയർ ഫാമിലി മാനേജ് ദ ഇൽനെസ് ആൻഡ് പ്രിവെന്റ് റിലാപ്സസ്. കണ്ടോ, അപ്പോഴും ഈ ഒരു ഇന്റർവെൻഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്കീസോഫ്രീനിയ ഉള്ള ആൾക്കാര്, അതേപോലെ തന്നെ അവരുടെ ഫാമിലീസ്, അവരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് ഫാമിലിക്കും എന്ത് കൊടുക്കണം, നമ്മൾ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഒരിക്കലല്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അപ്പൊ ഈ അസുഖത്തെ പറ്റി അല്ലെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഫാമിലിക്കും ഈ ഒരു ഇൻഡിവിജ്വലിനും കൊടുക്കാനായിട്ട് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെന്റ്. ഓക്കെ ആണ്. അപ്പൊ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്, സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെന്റ് രണ്ടുമാണ് സ്കീസോഫ്രീനിയയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ. ഓക്കെ ആണല്ലോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഒരു ചാപ്റ്റർ ആണ് സ്കീസോഫ്രീനിയ ഒരു ഡിസോർഡറിന് മാത്രമായിട്ടൊന്ന് ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് നമ്മുടെ റിവിഷനിൽ റിവൈസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. റിവിഷൻ ഞാനൊരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് റിവിഷൻ ഇട്ടിട്ടുണ്ടോ കേട്ടോ? മെയിലല്ലേ മാഡം റിവിഷൻ പറഞ്ഞിരുന്നത്? അല്ലടാ, നമ്മള് അത് മെയിൽ ഒരു റിവിഷൻ ഉണ്ടായിരിക്കും. അതല്ലാതെ നമ്മള് ഓരോ 1-2 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഒരു റിവിഷൻ ഇടുന്നുണ്ട്. സ്കീസോഫ്രീനിയ 2ാം തീയതി കഴിഞ്ഞു 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ റിവിഷൻ 1, 2, 3 കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാൻ, ഒന്ന് ഓർമ്മ പൊടി തട്ടി എടുക്കാനായിട്ട്. മെയ് വരെ എത്തുമ്പോഴേക്കും എല്ലാവരും മറക്കും. പ്രത്യേകിച്ച് ഡിസോർഡേഴ്സിന്റെ എത്തിയോളജി മെയിൻ ആയിട്ട് മറക്കും. ട്രീറ്റ്മെന്റ് ഒക്കെ പിന്നെ ഓർമ്മ നിൽക്കും, എത്തിയോളജിക്കാണ് പ്രശ്നം വരിക. അപ്പൊ അതൊന്ന് പൊടി തട്ടിയെടുക്കാനായിട്ട് നമുക്ക് ഇതിൽ ഞാൻ 16ാം തീയതിക്കാണ് റിവിഷൻ ഇട്ടേക്കുന്നത്. ടൈം ടേബിളിൽ ഉണ്ട് കേട്ടോ. അപ്പൊ 5 ഇന്നലെ തീരേണ്ടതായിരുന്നു നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പൊ അത് ഇന്നത്തേക്കായി. നാളെ മറ്റന്നാളും ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ യൂണിറ്റ് 2 നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. അത് മൺഡേ കഴിയും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 13ാം തീയതി നമ്മൾ യൂണിറ്റ് 3 എടുക്കുന്നു. 15ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 16ാം തീയതി 1, 2, 3 റിവിഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ പോവാം. അപ്പൊ നമുക്ക് അതിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, നാളത്തെ സെഷനിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്.